പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച സെക്കുലർ സാറ്റർഡേ പരിശോധിക്കുന്നത് ഇറാനെതിരായി കഴിഞ്ഞ ഫെബ്രുവരി 28 ഏകപക്ഷീയമായി അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ എന്ന സയനിസ്റ്റ് രാഷ്ട്രം നടത്തിയ ആക്രമണത്തെ ഈ കേരളത്തിലെ സംഘികളും കൃസംഘികളും മാത്രമല്ല നവനാസ്തിക പ്രസ്ഥാനത്തിൻ്റെ പ്രവാചകന്മാരായ പ്രഭാഷകരുമൊക്കെ നിരന്തരമായി ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ ന്യായീകരണക്കാരുടെ വാദം ഇറാൻ ഒരു തിയോക്രാറ്റിക് രാഷ്ട്രമല്ലേ, അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ, ജനാധിപത്യപരമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ടോ, കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമേനി കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്ത ആളല്ലേ, എന്നിട്ടും എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ CPM ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തെ അപലപിക്കുന്നത്? ഇറാനെ ആക്രമിച്ച അമേരിക്കക്കും ഇസ്രയേലിനുമെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്രയേലിനെയും അമേരിക്കയും ഒക്കെ തന്നെ ലോക തമ്മാടി രാജ്യങ്ങൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് കൃസംഘികളും ഹിന്ദുത്വ വർഗീയവാദികളും അവരോടൊപ്പം ചേർന്ന് രവിചന്ദ്രനെ പോലുള്ള നവനാസ്തികരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നു മാത്രമല്ല, ഒരു പടി കടന്ന് രവിചന്ദ്രനെ പോലെയുള്ള ഈ നാസ്തിക മോർച്ചക്കാർ, സംഘപരിവാറിൻ്റെ നാസ്തിക വിഭാഗമായിട്ടുള്ള രവിചന്ദ്രനെ പോലുള്ള ആളുകൾ ഒരു പടി കൂടി കടന്ന് ചോദിക്കുന്നത്, ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നില്ലേ, അവിടെ ആണവായുധങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ സമ്പുഷ്ടീകരണ പ്രക്രിയ പൂർത്തീകരിച്ചിട്ടില്ലേ, അത് മനുഷ്യനാശകാരിയായ ആയുധ നിർമ്മാണമല്ലേ, ഇറാൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് ഇറാൻ ആക്രമണത്തെ അപലപിക്കുന്നവർ, അമേരിക്കയും ഇസ്രയേലിനെയും അധിക്ഷേപിക്കുന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ കൗതുകപരമായ ഒരു കാര്യം, ന്യൂക്ലിയർ വെപ്പൺസിനെ സംബന്ധിച്ച്, അതിൻ്റെ നിർമ്മാണത്തെ സംബന്ധിച്ച്, യുറേനിയം സമ്പുഷ്ടീകരണ പ്രക്രിയയെ സംബന്ധിച്ച ശാസ്ത്ര സമവാക്യങ്ങളൊക്കെ ഉദ്ധരിച്ച് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഇറാന് നേരെ നടത്തിയ കൊടുംപാതകത്തെ ലോകത്തിൻ്റെ മുമ്പിൽ, മലയാളികൾക്ക് മുമ്പിൽ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് രവിചന്ദ്രനെ പോലുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സെക്കുലർ സാറ്റർഡേ പരിശോധിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ലോകത്ത് മതതീവ്രവാദത്തെ, തിയോക്രാറ്റിക് രാഷ്ട്രവാദത്തെ ആരാണ് ഉയർത്തിക്കൊണ്ടുവന്നത്? ഈ രാജ്യത്തെ മർദ്ദിത രാജ്യങ്ങളാണോ, അവരുടെ ദേശീയ പ്രസ്ഥാനങ്ങളാണോ, അവരുടെ നേതാക്കളാണോ? മർദ്ദിത രാഷ്ട്രങ്ങൾക്കും ലോകത്താകമാനമുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന കമ്മ്യൂണിസ്റ്റുകാരാണോ? ഈ ഭൂമുഖത്തെ അരക്ഷിതപൂർണമാക്കുന്ന, സഹോദര പോരുകളുടെ ചോരക്കളമാക്കുന്ന മതഭീകരവാദത്തെ, മതരാഷ്ട്രവാദത്തെ ഉയർത്തിക്കൊണ്ടുവന്നത്? രവിചന്ദ്രനെ പോലുള്ള ആളുകൾ ഉത്തരം പറയേണ്ട കാര്യമാണ്. ലോകത്താകെ മതത്തെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന വർഗീയതയും മതാധിഷ്ഠിതമായ രാഷ്ട്രവാദ സിദ്ധാന്തങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നത് സാമ്രാജ്യത്വ ശക്തികളാണെന്ന് കാണാം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ ഏഷ്യൻ മേഖലയിൽ, പശ്ചിമേഷ്യ ഉൾപ്പെടെയുള്ള അറബ് നാടുകൾ ഉൾപ്പെടെയുള്ള മേഖലയിൽ
അലയടിച്ചുയർന്നു വന്ന സാമ്രാജ്യത്വ വിരുദ്ധ മുന്നേറ്റങ്ങൾ, അറബ് ദേശീയവാദം, ഇതിനെയൊക്കെ അസ്ഥിരീകരിക്കാനാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ബ്രിട്ടനും അമേരിക്കയും ഫ്രഞ്ചും ഉൾക്കൊള്ളുന്ന പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾ വളർത്തിക്കൊണ്ടുവന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംബന്ധിച്ച സമീർ അമീൻ തൊട്ട് ഹൈജാസ് അഹമ്മദ് വരെയുള്ള പണ്ഡിതർ നടത്തിയിട്ടുള്ള നിരവധി പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ പഠനങ്ങളെല്ലാം ഊന്നുന്നത് പശ്ചിമേഷ്യൻ മേഖലയിൽ അതിൻ്റെ ഭൂഗർഭങ്ങളിൽ ഫോസിൽ ഇന്ധന ഉറവകളുണ്ട് എന്ന് കണ്ടെടുക്കപ്പെട്ടതോടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇന്ധന രൂപമെന്ന നിലക്ക്, ലോകത്തിൻ്റെ ഊർജത്തെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനമെന്ന നിലക്ക് എണ്ണക്ക് മുകളിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അറബ് മേഖലകളിലാകെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന തിയോക്രാറ്റിക് രാഷ്ട്രവാദത്തെ, മതരാഷ്ട്രവാദത്തെ, ദേശീയതയ്ക്ക് പകരം ദൈവാധിപത്യത്തെക്കുറിച്ചുള്ള, ഹുക്കുമത്തെ, ഹിലാഹിയെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് സാമ്രാജ്യത്വമാണ് എന്ന് നമുക്ക് കാണാം. ഈജിപ്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പാദത്തിൽ ഉയർന്നു വന്ന ശക്തമായ അറബ് ദേശീയതയുടെ, ബ്രിട്ടനും ഫ്രാൻസിനും അമേരിക്കയ്ക്കൊക്കെ എതിരായിട്ടുള്ള അറബ് ദേശീയതയുടെ ഉജ്ജ്വലമായ മുന്നേറ്റങ്ങളെ തല്ലിക്കെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹസൻ ബന്നയെപ്പോലുള്ള ആളുകളെ രംഗത്തിറക്കി നമ്മൾ ഇന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസം സജീവമാകുന്നത്. മുസ്ലിം ബ്രദർഹുഡ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉണ്ടാവുന്നത്. സാമ്രാജ്യത്വ വിരുദ്ധമായ ദേശീയതയെ ഒരു ദേശസമൂഹം എന്ന നിലക്ക് ഈ രാജ്യങ്ങൾ ഉയർന്നു വന്ന ജനകീയ മുന്നേറ്റങ്ങളെ അസ്ഥിരീകരിക്കാനും തകർക്കാനുമുള്ള സാമ്രാജ്യത്വ തന്ത്രത്തിലാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഉയർന്നു വന്നത്. അത് അറബ് മേഖല മൊത്തം നോക്കിയാൽ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇറാൻ്റെ തന്നെ ചരിത്രം എന്താണ്? 1945 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം സാമ്രാജ്യത്വ രാജ്യങ്ങൾ ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസുമൊക്കെ അപകോളനീകരണത്തിന് നിർബന്ധമായ ഡീകോളനൈസേഷൻ, അങ്ങനെയാണ് ബ്രിട്ടീഷ് കൊളോണിയൽ അവസ്ഥയിൽ നിന്ന് ഇറാൻ സ്വാതന്ത്ര്യം നേടുന്നത്. അതിനുശേഷം അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ മുഹമ്മദ് മൊസാദിക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് വന്നു. അവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയോടുകൂടി ആ ഗവൺമെൻറ് നടപ്പാക്കിയ ഓയിൽ കമ്പനികളുടെ ദേശാൽക്കരണം, ഭൂപരിഷ്കരണം, ഇതിലൊക്കെ പ്രകോപിതരായ സാമ്രാജ്യത്വ ശക്തികൾ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും അമേരിക്കൻ സാമ്രാജ്യത്വവും ഇറാനിലെ ഷാ ഭരണകൂടത്തിൻ്റെ അടിത്തറയായി വർദ്ധിച്ച ഫ്യൂഡൽ പ്രഭുക്കന്മാരും രാഷ്ട്രീയ ഇസ്ലാമിസത്തിൻ്റെ പിന്തുണയോടുകൂടി നടത്തിയ അട്ടിമറിയാണ് 1953 ഡോക്ടർ മൊസാദിക് ഗവൺമെൻറ്റിനെ നിഷ്കാസിതമാക്കിയത്. ഡോക്ടർ മൊസാദിക്കിനെ ജീവിതാന്ത്യം വരെ തടവിലിടുകയാണ് CIA അട്ടിമറിയിലൂടെ സാമ്രാജ്യത്വ ശക്തികളും ഷാ ഭരണകൂടവും ചെയ്തത്. ലോകത്തെവിടെ നോക്കിയാലും നമുക്കിത് കാണാൻ കഴിയും. അറബ് ലോകത്ത് ആകെ സാമ്രാജ്യത്വ വിരുദ്ധമായ ദേശീയതയെ, എണ്ണക്ക് മുകളിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കുന്ന, അതിനെതിരായി രംഗത്ത് വരുന്ന പ്രസ്ഥാനങ്ങളെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും അറബ് ദേശീയ പ്രസ്ഥാനങ്ങളെയും ജനാധിപത്യമായ ഉണർവുകളെയും ഇല്ലാതാക്കാനാണ് തീവ്ര മതരാഷ്ട്രവാദപരമായ ആശയങ്ങളെയും ഭീകരവാദ ഗ്രൂപ്പുകളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. രവിചന്ദ്രനെ പോലുള്ള ആളുകൾ ഉത്തരം പറയേണ്ട കാര്യമാണ്. 1970 അവസാനത്തോടുകൂടി മധ്യേഷ്യയിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രമായ അഫ്ഗാനിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായ ഡോക്ടർ നജീബുള്ള തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നു. ഡോക്ടർ നജീബുള്ളയുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാനിലെ നിരുപദ്രകരങ്ങളായ മദ്രസകൾ കേന്ദ്രീകരിച്ച് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സിഹാഉൽ ഹഖിൻ്റെ സഹായത്തോടു കൂടി CIA മുജാഹിദീൻ മിലിറ്റൻറ്റുകളെ
പരിശീലിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നത്. അവർക്ക് നേതൃത്വം കൊടുക്കാനും അഫ്ഗാനിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായിട്ട് യുദ്ധം നടത്താനുമാണ് ഒസാമ ബിൻ ലാദനെ റിയാദിലെ സർവകലാശാലയിൽ നിന്ന് CIA അമേരിക്ക തന്നെ പൊക്കിക്കൊണ്ടുവന്നത്. 60,000 കോടി ഡോളറാണ് അഫ്ഗാനിസ്ഥാനിലെ CIA ഓപ്പറേഷന്, ഡോക്ടർ നജീബുള്ളയുടെ ഗവൺമെൻറ് അട്ടിമറിക്കാനുള്ള ഓപ്പറേഷന് അമേരിക്ക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെലവഴിച്ചത്. അൽ ഖയ്ദയുടെയും പിന്നീട് താലിബാൻ്റെയും ഒക്കെ ഇന്നത്തെ രീതിയിലുള്ള വളർച്ചയുടെയും ലോകത്തെ വിധ്വംസക പ്രവർത്തനങ്ങളുടെ ഭയചകിതമാക്കിയ നീക്കങ്ങളുടെയും പിറകിൽ ആരായിരുന്നു? അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അമേരിക്കയുടെ CIA ആണ്. ലോകത്തെല്ലായിടത്തും മതത്തെയും വംശത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിധ്വംസക പ്രസ്ഥാനങ്ങളുടെ ഭീകരവാദ സംഘടനകളുടെ ജനയിതാക്കളും സൂതികർമ്മിണികളും അമേരിക്കൻ സാമ്രാജ്യത്വമാണ്, CIA ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ടിപ്പോൾ മതഭീകരവാദത്തിനും മതരാഷ്ട്രവാദത്തിനെതിരായിട്ടാണ് പോലും അമേരിക്ക യുദ്ധം ചെയ്യുന്നത്. 1979 ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഖൊമൈനിയൻ വിപ്ലവം നടക്കുന്നത്. ആ വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന ആയത്തുള്ള ഖൊമൈനിയുടെ യാഥാസ്ഥിതികമായ പൗരോഹിത്യപരമായ സ്ത്രീവിരുദ്ധമായ നിലപാടുകളോട് ജനാധിപത്യവാദികളാരും യോജിക്കുന്നില്ല, കമ്മ്യൂണിസ്റ്റുകാരും യോജിക്കുന്നില്ല. പഹ്ലവി രാജകുടുംബത്തിൻ്റെ കാലത്തെന്ന പോലെ, ഷാ ഭരണകൂടത്തിൻ്റെ കാലത്തെന്ന പോലെ ആയത്തുള്ള ഖൊമൈനിയുടെ ഭരണത്തിന് കീഴിലും കമ്മ്യൂണിസ്റ്റുകാരവിടെ വലിയ മർദ്ദനം, അടിച്ചമർത്തൽ നേരിട്ടിട്ടുണ്ട്. അതാ രാജ്യത്തിൻ്റെ ആഭ്യന്തരമായ പ്രശ്നമാണെന്നും അവിടെ ആ രീതിയിൽ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പോരാട്ടങ്ങൾ, പ്രക്ഷോഭങ്ങൾ സാധ്യമായ രീതിയിലെല്ലാം ഇറാൻ സമൂഹത്തിൽ ഉണ്ടാകണമെന്നുമുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട്. എന്നാൽ അതിൻ്റെ പേരിൽ ലോകത്ത് സർവ്വമതരാഷ്ട്രവാദത്തെയും ഭീകരവാദ പ്രസ്ഥാനങ്ങളെയും വളർത്തിക്കൊണ്ടുവരുന്ന അതിൻ്റെ രക്ഷാകർത്താക്കളായിട്ടുള്ള അമേരിക്കയും സയനിസ്റ്റ് രാഷ്ട്രമായിട്ടുള്ള ജൂതമതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രമാണ് ഇസ്രയേൽ. ആ ഇസ്രയേലും ചെയ്യുന്ന ഇറാനെ ആക്രമിച്ചാൽ അതിനെ പിന്തുണക്കാൻ ആധുനിക ജനാധിപത്യത്തെ സംബന്ധിച്ച്, ആധുനിക ജനാധിപത്യം വിഭാവനം ചെയ്യുന്ന രാഷ്ട്രങ്ങളുടെ സ്വതന്ത്ര പരമാധികാര സ്വഭാവത്തെ സംബന്ധിച്ച് ഇന്നത്തതുപോലുള്ള ഒരു ലോകക്രമത്തിനകത്ത് UN വിഭാവനം ചെയ്യുന്ന രീതിയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച അംഗീകൃതമായ തത്വങ്ങളെയും ചട്ടങ്ങളെയും കുറിച്ച് അറിവുള്ള ആർക്കും അതിനെ അപലപിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു പരമാധികാര രാജ്യത്തിൻ്റെ, ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെ ആ രാജ്യത്ത് വ്യോമാക്രമണം നടത്തി കൊന്നുകളയുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം കുറ്റകരമാണ്. ക്രിസംഖികളോടും RSSകാരോടും ഒപ്പം ചേർന്ന് നവനാസ്തികതയുടെ വക്താവായ മിസ്റ്റർ രവിചന്ദ്രൻ ഈ സാർവദേശീയ പാതകത്തെയാണ് ന്യായീകരിക്കുന്നത്. മറ്റൊന്നെന്താണ്? ഇറാനിൽ അവിടുത്തെ ആണവ നിലയങ്ങളിൽ, ഭൂഗർഭ നിലയങ്ങളിൽ യുറേനിയം എൻറിച്ച്മെൻ്റ് ഉണ്ടെന്നും അവിടെ സമ്പുഷ്ടീകരണ പ്രക്രിയ ആണവായുധങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വികസിച്ചിട്ടുണ്ട് എന്നുള്ളത് അമേരിക്കയുടെ ആരോപണമാണ്. ഇസ്രയേൽ പ്രചരിപ്പിക്കുന്ന നുണയാണ്. ഈ ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിലാണല്ലോ ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ഉസൈദ് ബസൈൻ്റെ നേതൃത്വത്തിൽ ഇറാനും ഇറാനിലെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രതിനിധികളുമായിട്ട് തുടർച്ചയായി ചർച്ച നടത്തിയത്. ഒമാൻ വിദേശകാര്യമന്ത്രി അമേരിക്കയുടെ സമ്മതത്തോടു കൂടിയല്ലേ ഈ മധ്യസ്ഥ ശ്രമം നടത്തിയത്. ആ ചർച്ചയിൽ എന്താണ് ഇറാൻ ഉസൈദ് ബസയോട് പറഞ്ഞത്? അദ്ദേഹത്തോട് പറഞ്ഞത്, ഞങ്ങൾ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുന്നില്ല, അതിനാവശ്യമായ രീതിയിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നില്ല, ഞങ്ങളുടെ ആണവ പരീക്ഷണങ്ങളെല്ലാം വൈദ്യുതി ഉൽപ്പാദനത്തിൽ കേന്ദ്രീകരിക്കുന്നതാണ്, ഏത് അന്താരാഷ്ട്ര ഏജൻസികൾക്കും പരിശോധിക്കാമെന്നല്ലേ അവർ പറഞ്ഞത്. അങ്ങനെ ഒരു മധ്യസ്ഥ ശ്രമം ഏജൻസികൾക്ക് പരിശോധിക്കാൻ, ഇൻ്റർനാഷണൽ ഏജൻസികൾക്ക് പരിശോധനയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന്
ഇറാൻ സമ്മതിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഏകപക്ഷീയമായി ഇസ്രയേൽ ഇറാനിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു എലിമെൻ്ററി സ്കൂളിൽ ബോംബിട്ടത്, അതും പെൺകുട്ടികൾ പഠിക്കുന്ന എലിമെൻ്ററി സ്കൂളിൽ ബോംബിട്ടത്. 151 കുഞ്ഞുങ്ങളെയാണ്, പിഞ്ചു മക്കളെയാണ് കൊന്നുകളഞ്ഞത്. ഇതെന്താണ് കാണിക്കുന്നത്? ആണവായുധത്തിൻ്റെ പേരിൽ, മനുഷ്യനാശകാരിയായ ആയുധ നിർമ്മാണത്തിൻ്റെ പേരിൽ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തെ ശിക്ഷിക്കാൻ, ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് എന്ത് അവകാശമാണുള്ളത്? എന്ത് ധാർമ്മികതയാണ് അതിനുള്ളത്? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആണവായുധം, ആറ്റം ബോംബ് ആദ്യമായി പരീക്ഷിച്ച രാജ്യമാണ് അമേരിക്ക. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരാജയം സമ്മതിച്ച് കീഴടങ്ങിയ ജപ്പാന് മേലാണ്, അതിൻ്റെ 2 മഹാനഗരങ്ങളിലാണ്, ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിട്ട് ലക്ഷങ്ങളെ ആണവാഗ്നിയിൽ കരിച്ചു കളഞ്ഞത്. പിൽക്കാലത്ത് ലോകത്തൊട്ടാകെ ഡിപ്ലീറ്റഡ് യുറേനിയം ബോംബുകൾ ഉപയോഗിച്ച് സ്വതന്ത്ര ജനസമൂഹങ്ങളെ, സ്വതന്ത്ര രാഷ്ട്ര സമൂഹങ്ങളെ ബാൾക്കനൈസ് ചെയ്യാനും അസ്ഥിരീകരിക്കാനുമുള്ള എത്ര യുദ്ധങ്ങൾ യൂഗോസ്ലോവ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ, ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അമേരിക്ക നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തിലെ അമേരിക്കയുടെ ഈ മഹാപാതകങ്ങളുടെ ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരാശിക്കെതിരായി നടത്തിയ കുറ്റകൃത്യങ്ങളെല്ലാം മൂടി വെച്ചുകൊണ്ട് രവിചന്ദ്രനെ പോലുള്ള നവനാസ്തിക പണ്ഡിതന്മാർ, RSSൻ്റെ ഭാഗമായി നിൽക്കുന്ന, ഹിന്ദുത്വത്തിൻ്റെ അനുബന്ധമായി നിൽക്കുന്ന ഇത്തരം ബുദ്ധിജീവികൾ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇറാഖ് അതുകൊണ്ടാണ് അമേരിക്കയും ഇസ്രയേലും അതിനെ ബോംബ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഈ കൊടുംപാതകത്തെ, ഈ പാവപ്പെട്ട രാഷ്ട്രങ്ങൾക്കും ജനങ്ങൾക്കുമെതിരായിട്ടുള്ള ഈ യുദ്ധത്തെ ന്യായീകരിക്കുകയാണ് രവിചന്ദ്രനെ പോലുള്ള ആളുകൾ ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ വളരെ പ്രധാനമാണ്. മനുഷ്യരെ കൊന്നുകളയുന്ന, നഗരങ്ങളും ജനപദങ്ങളും ബോംബിട്ട് തകർത്ത് കളയുന്ന, മനുഷ്യരുടെ ജീവിതത്തിൻ്റെ സർവ്വ അവലംബങ്ങളും ഇല്ലാതാക്കി അരക്ഷിതത്വത്തിൻ്റെ ഒരു ലോകത്തേക്ക് മനുഷ്യരാശിയാകെ വലിച്ചെറിയുന്ന സാമ്രാജ്യത്വത്തിൻ്റെ തന്ത്രമാണ് യുദ്ധം. ആ യുദ്ധത്തെ എല്ലാ അർത്ഥത്തിലും എതിർക്കാനും യുദ്ധം അവസാനിപ്പിച്ച് ലോക ജനതയ്ക്ക്, പശ്ചിമേഷ്യൻ ജനതയ്ക്ക് സമാധാനമുണ്ടാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ യുദ്ധം ആരംഭിച്ച ഇസ്രയേലും അമേരിക്കയും ലോക ജനാധിപത്യ മനസ്സാക്ഷിയുടെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടണം. ലോക ജനാധിപത്യ മനസ്സാക്ഷി ഈ യുദ്ധത്തിന് കാരണക്കാർ അമേരിക്കയും ഇസ്രയേലും അവരുടെ എണ്ണക്കും പ്രകൃതിവാതകത്തിനും വാണിജ്യപാതകളും പശ്ചിമേഷ്യയുടെ ഭൂപരമായ മേഖലകളും തങ്ങളുടേതാക്കാൻ, തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാനുള്ള അധിനിവേശ വാഞ്ചയാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിൽ നിന്ന് ഈ യുദ്ധത്തെ എതിർക്കുകയാണ് നമ്മളെല്ലാം. സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളെ ഏകപക്ഷീയമായി കടന്നാക്രമിക്കുന്ന സാമ്രാജ്യത്വത്തിൻ്റെയും സയനിസത്തിൻ്റെയും യുദ്ധഭീകരതയ്ക്കെതിരെ, പശ്ചിമേഷ്യയെ ചോരക്കളമാക്കുന്ന യുദ്ധഭീകരതയ്ക്കെതിരെ അണിനിരക്കുക എന്നുള്ളതാണ് ഏതൊരു ജനാധിപത്യവാദിയുടെ, ഏതൊരു മനുഷ്യ